കഴിഞ്ഞ വർഷം ഞാൻ ഒരു വിവാദ കമന്റ് ഇറക്കി, ഹാപ്പി ബർത്ത്ഡേ പെൺകുട്ടി. ഈ ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ലാലേട്ട. അപ്പം ഇനി കുറച്ച് പടങ്ങളൊക്കെ ഷോകായിട്ട് എനിക്ക് തോന്നിയെങ്കിലും അപ്പം ഇനി അടിപൊളി പടങ്ങളായിട്ട് തന്നെ ലാലേട്ടൻ തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോനകത്തേക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണനാണ്. അപ്പം ആറാട്ടണ്ണൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടണ്ണനെ പറ്റി ആദ്യം നമുക്ക് അനാർക്കലി വരയ്ക്കാറ്. അതായത് ഈ ഓരോരുത്തർ ആറാട്ടണ്ണൻ ഒരാളല്ലല്ലോ, ഇഷ്ടംപോലെ ക്രഷുകളൊക്കെ ഉണ്ട് ആറാട്ടണ്ണന്. അതുകൊണ്ട് തന്നെ ആറാട്ടണ്ണൻ്റെ ഒരു ക്രഷായിട്ടുള്ള അനാർക്കലി വരയ്ക്കാറ് പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ പോലത്തെ ഒരു സംഭവത്തിനകത്ത് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ജോബ്ലെസ് ക്ലബ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്താണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് പുള്ളിക്കാരി പറയുന്നു കേട്ടു. ഈ ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് അങ്ങനെ പുള്ളിയിൽ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ആറാട്ടണ്ണൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ പുള്ളി ഒരു 20 സെക്കൻഡിൽ സംസാരിക്കാറില്ല കേട്ടോ. എനിക്കറിയാൻ മേല. പക്ഷെ അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. പക്ഷെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. ഞാൻ പിന്നെ ബ്ലോക്കും ചെയ്യാൻ പോറില്ല കേട്ടോ, എനിക്ക് പാവം തോന്നാറുണ്ട്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് വിളിച്ചിട്ട് ഹലോ അനാർക്കലി വളരെ സുന്ദരിയാണ്, അനാർക്കലി വളരെ ബോൾഡാണ്, വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. അപ്പോൾ ഓക്കെ, പുള്ളി അങ്ങനെ ഫോൺ വയ്ക്കുന്നു. നാളെ വിളിക്കാം. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട്. കാര്യം പുള്ളിക്കാരി അത് പറഞ്ഞ രീതിയാണെങ്കിലും, കാര്യം ഇപ്പം പല ആക്ട്രസ്മാരാണെങ്കിലും ഭൂരിഭാഗം ഈ നമ്മുടെ ആക്ട്രസ്മാർക്കാണ് ഇങ്ങനെ തലവേദനയായിട്ടുള്ളത്. അപ്പോൾ ഭൂരിഭാഗം പേര് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുമാതിരി രീതിക്കാണ് പറയാറ്. കാര്യം അത് ഇങ്ങനെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരി അത് നല്ല വേറൊരു രീതിക്കാണ്. പുള്ളിക്കാരി അത് നല്ല പോസിറ്റീവായിട്ട് എടുത്ത രീതിക്കാണ് പുള്ളിക്കാരി ആ ഒരു സംഭവം പറഞ്ഞു, ആറാട്ടണ്ണൻ്റെ ആ ഒരു കേസ്. അപ്പോൾ ആറാട്ടണ്ണൻ ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ലാലേട്ടനൊരു ബർത്ത്ഡേ വിഷയമൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ സംഭവം ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് ഈ ആറാട്ടണ്ണൻ ഫേമസ് ആയതെന്ന് പറഞ്ഞ് ഈ ആറാട്ട് പടം ഇറങ്ങിയ സമയത്ത് ലാലേട്ടൻ ആറാട്ടുകയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പുള്ളിക്കാരെ ഫേമസ് ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരൊറ്റ വീഡിയോനകത്ത് മാത്രമേ ഈ ലാലേട്ടനെ പോസിറ്റീവായിട്ട് പറയാനുണ്ടുള്ളൂ. ബാക്കി അങ്ങോട്ട് ഫുള്ള് ലാലേട്ടനെ അതും ഇതൊക്കെ വിളിച്ച് പറയലായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ലാലേട്ടനെ ഒരുമാതിരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ലാലേട്ട ഫാൻസിൻ്റെ എന്നൊക്കെ ഒരുപാട് തെറിവിളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പം ഈ ഒരു ലാലേട്ടൻ്റെ ബർത്ത്ഡേക്കും പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ബർത്ത്ഡേ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഫ്രീക്കഡായിട്ടൊക്കെയാണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപോകാം. നാളെ May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ. മലയാളികളുടെ സ്വകാര്യ ആകാരമായ പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ഭരത് മോഹൻലാൽ കഴിഞ്ഞ വർഷം ഒരു വിവാദ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ കുറേ ഫാൻസിയാതെ എതിർപ്പ് ചെയ്യാനായിട്ടാണ്. ഞാനിപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ്. മോഹൻലാലിൻ്റെ സിനിമ ആറാട്ടിലൂടെയാണ് വൈറലായത്. ചെറുപ്പം മുതലേ മോഹൻലാൽ ഫാനായിരുന്നു. മോഹൻലാലിൻ്റെ കാലമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. മോഹൻലാൽ തിരിച്ചു വരും. ഒരു തന്നുമൂർത്തിയുടെ പടം, 50 റാണി, ഇതൊക്കെ നല്ല പടങ്ങളായിരിക്കും. മോഹൻലാൽ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ലോങ് കണ്ട ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. ഒരു ഹാങ് ഓവറില്ലാത്ത നടനാണ്. ആക്ടിങ് മാത്രമല്ല, അവസരം പാട്ട് പാടും, ബുക്ക് ചെയ്തും എഴുത്തുണ്ട്, പാട്ട് പാടും, എഴുത്തുണ്ട്, ബ്ലോഗിൽ എഴുതിയതിനുമുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ഒരു സിനിമയ്ക്ക് കഥയിൽ എഴുതിയാണ്. പിന്നെ കുക്കിങ് ചെയ്യും, വരയ്ക്കും, കുക്കിങ് ചെയ്യും, എല്ലാത്തരം സ്പോർട്സ് കളിക്കും, മാജിക് ചെയ്യും, ഡ്രാമ ചെയ്യും, മാർഷൽ ആർട്സ് ചെയ്യും, ബിസിനസ് ചെയ്യും, പ്രൊഡ്യൂസറായിരുന്നു, ഇപ്പോൾ ഡയറക്ടറായി ബറോസിലൂടെ. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ലാലേട്ടൻ. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പുള്ളി വളരെ വെർസറ്റൈലാണ്, ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിൾ. ഇപ്പം ഇങ്ങനെയൊന്നും പറയണ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലേന്നും കൂടെ ലാലേട്ടൻ ചിലപ്പോൾ കുറ്റം പറയണ വീഡിയോ ഇട്ടിട്ടായിരിക്കും വന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി പറയുന്ന കാര്യങ്ങൾ പുള്ളി എവിടെയും ഉറച്ച് നിൽക്കില്ല. കാര്യം ഇപ്പം പറയണതായിരിക്കില്ല, പുള്ളി കുറച്ച് അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി വേറെ കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് പുള്ളിക്കാരൻ്റെ വിഷയം. പിന്നെ ഈ നാക്കിന് എല്ലില്ലാത്ത രീതിക്ക് ഓരോന്നൊക്കെ വിളിച്ച് പറയലും. കാര്യം ഇപ്പം നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴേ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റേതായ ഒരു മാന്യതയോടുകൂടെ വേണം ആ ഒരു സംഭവം പറയാൻ. പുള്ളിക്കാരൻ അങ്ങനത്തെ ഒന്നുമില്ല. പുള്ളിക്കാരൻ വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാണ്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ വന്നിരുന്നു കാര്യം. അപ്പോൾ ബാക്കി കൂടെ കണ്ടുള്ളതാണ്. ക്ഷമയുള്ള ആളാണ്, ജോലിയോട് വളരെ ഡെഡിക്കേറ്ററാണ്, കൂട്ടുകാരോട് വളരെ സെൻസറാണ്, വളരെ വർക്കഹോളിക്കായിട്ടുള്ള ആളാണ്, വളരെ ലവിങ് നേച്ചറാണ്, ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ആളാണ്. മക്കൾക്ക് എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെടില്ല. ഈ
ഇയാളല്ലേ കുറച്ച് ആൾ മുന്നേ പറഞ്ഞ, അതായത് പ്രണവിനെ ഏതാണ്ട് ലാലേട്ടന് ഫ്രീഡം ഒന്നും കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ പ്രണവിന് താല്പര്യമില്ലാത്ത ഒരു പണിയാണ് ചെയ്യിപ്പിക്കണത് ലാലേട്ടൻ എന്നൊക്കെ ഉള്ള രീതിക്ക് ഇങ്ങേര് തന്നെയല്ലേ മുന്നേ വന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത്. ആ ഒരു സംഭവം ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ ഒന്ന് ഓർമ്മേനകത്ത് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. സ്നേഹമുള്ള മനുഷ്യനാണ്, പേരൻസ് ഒരുപാട് സ്നേഹിച്ച ആളാണ്, മക്കൾക്ക് ഭാര്യയ്ക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ലാലേട്ടൻ്റെ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത്. എങ്ങോട്ടൊക്കെയാണ് ഫ്രീഡം ഒക്കെ കൊടുത്തിട്ട് വേണമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് പുള്ളിക്കാരൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ആയിരിക്കാം. അതായത് ഇപ്പം ഭാര്യ മകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ ആ വരച്ച വരയിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കാം പുള്ളിക്കാരൻ്റെ. എന്തായാലും ഇത്രയൊക്കെ തന്നെ പുരോഗമനം പറഞ്ഞത് തന്നെ വലിയൊരു കാര്യം. നമ്മൾ ബാക്കി കൂടെ ക്ഷമ പേഷ്യൻസ് ഭയങ്കരമാണ്, വളരെ പോസിറ്റീവാണ്, ദേഷ്യപ്പെടില്ല, കുറ്റം പറയില്ല, ഏത് സാഹചര്യത്തോടെ അഡോപ്റ്റ് ചെയ്യും. വേറൊരാളെ പുള്ളിയിലേക്കല്ല വലിക്കുന്നത്, പുള്ളി അവരിലേക്കാണ് പോകുന്ന തൊഴിൽ ദൈവമായി കണക്കാക്കിയ ആളാണ്. അങ്ങനെ പറഞ്ഞതിലൂടെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. ഒരുപാട് ചാറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ആരും അറിയാണ്ട് കുറെ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആറാട്ടണ്ണൻ അറിഞ്ഞു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആരെന്ത് ചെയ്താലും അത് എത്ര സീക്രട്ടായിട്ട് ചെയ്താലും ആറാട്ടണ്ണൻ അത് അറിയും. നമുക്ക് വേണമെങ്കിൽ ആറാട്ടണ്ണനെ സീക്രട്ട് ആറാട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അറിയപ്പെടാൻ. കാര്യം ബാക്കിയുള്ളവരുടെ അവർ പറയണതും അവർ പറയാത്തതും എല്ലാം എവിടെ നിന്നെങ്കിലൊക്കെ ആറാട്ടണ്ണൻ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ആറാട്ടണ്ണൻ്റെ വീഡിയോ കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക ആറാട്ടണ്ണൻ. അത് ആറാട്ടണ്ണൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പം ബാക്കിയാണ് അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് ലാലേട്ടൻ. കഴിഞ്ഞ വർഷം ഞാൻ ഒരു വിവാദ കമൻറ്റ് ഇറക്കി, ഹാപ്പി ബർത്ത്ഡേ പെൺകുട്ടി, അത് പറയാൻ പാടില്ലായിരുന്നു. എനിവേ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട ഇൻ അഡ്വാൻസ്. May 21 ലാലേട്ടൻ 64 വയസ്സൊക്കെയാണ്. ലാലേട്ടൻ ഇനിയും ആളുകളെ വിസ്മയിപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു വിഷയം തന്നെയായിരുന്നു ആറാട്ടണ്ണൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇത്തിരിയെങ്കിലും ബോധോദയം ഉണ്ടായതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇപ്പം പുള്ളി പറഞ്ഞ ആ പല കാര്യങ്ങളാണെങ്കിലും പുള്ളി ലാലേട്ടനെ ഇപ്പം പറഞ്ഞതായിരിക്കില്ല പിന്നെ പറയണതെങ്കിലും, പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇപ്പം ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞതാട്ടാ. ഇതിന് മുന്നേ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ തന്നെ അതിനെയൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം പുള്ളി തന്നെ പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരൻ എന്തൂത്താ ലാലേട്ടനെ വിളിച്ചതെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നത്. ഞാനത് എടുത്ത് പറയുള്ള അപ്പം അമ്മാതിരി വർത്താനമൊക്കെ മുന്നേ പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഇതായിട്ടൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും അത് ആളുടെ എവല്യൂഷൻ ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത്. ആറാട്ടെണ്ണം പറയുന്ന ഒരു ചെറിയൊരു സംഭവം കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. അതായത് പുള്ളി താരാധനയെ പറ്റിയിട്ടൊരു സംഭവം പറയുന്നുണ്ട്, അതും കൂടെ. പണ്ട് തമിഴ്നാട്ടിൽ MGR തുടങ്ങിയ ഒരു സംഭവമാണ് താരാരാധന. ഈ മമ്മൂട്ടി മോഹൻലാലൊന്നും ദൈവങ്ങളല്ല, അവർ മനുഷ്യരാണ്, അനുഗ്രഹീത കലാകാരന്മാരായ മനുഷ്യരാണ്. അവർക്ക് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. പക്ഷെ ഇവിടെ ഓരോരുത്തർ ആരാധിക്കുകയാണ്, ഡെമി ഗോഡ്സാണ്. എനിക്കോട് മമ്മൂട്ടിയെക്കാട് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പ്രാന്തമായ ആരാധന വരുന്ന മോഹൻലാലിൻ്റെ കേസിലാണ്. ഇത് പണ്ട് MGR തുടങ്ങിയ പരിപാടിയാണ്. പുതിയ പറയാൻ ടോവിനോ തോമസ് ഫാൻസ് വേണ്ടാന്ന് പറഞ്ഞു. ടോവിനോ അല്ല ഫാൻസിൻ്റെ ഇങ്ങനത്തെ ജീവനം കളയുന്ന ഫാൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബോധമുള്ള കാര്യങ്ങളും പറയാനായിട്ട് അറിയാം എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള ചില വീഡിയോകളിൽ കൂടെ തെളിയിക്കുന്നുണ്ട്. പക്ഷേ എന്നാ പിന്നെ പുള്ളി പറയുന്ന പല പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും പുള്ളി പറയുന്ന ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കേട്ട കാര്യമൊക്കെ പുള്ളിക്കാരൻ കാര്യമായിട്ട് പറയുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഈ ഫാനിസം ആണെങ്കിലും ഇതൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കാനും ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സിൽ തന്നെ കാണാറുണ്ട്. ഇപ്പൊ ലാലേട്ട ഫാൻസും മമ്മൂക്ക ഫാൻസും ഒക്കെ തമ്മിൽ പൊതിഞ്ഞടി എന്ത് കാര്യത്തിന്. കാര്യം നമ്മൾ അവരുടെ പടം കാണാം, അവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അവരെ ഫാനായിരിക്കണേ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവരുടെ പേരിൽ ബാക്കിയുള്ളവരെ തെറി വിളിക്കുക അതൊക്കെ എവിടുത്തെ പരിപാടിയാണ്. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആരാധനയുടെ ആവശ്യമില്ല. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.